നാം ഒരു പുതുവർഷത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പുതിയ ഒരു വർഷം പിറന്നിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ എന്തേ പറ്റി എന്ന് ചിന്തിക്കുന്നവർ മുതൽക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നറിയുന്നവർ വരെ എന്നെ ഇപ്പോൾ കേൾക്കുന്നവരിലും പിന്നീട് കേൾക്കുന്നവരിലും ഉണ്ടാകും. സാധാരണഗതിയിൽ സൂര്യവർഷത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് നമ്മൾ വർഷാരംഭം പലരും പരിഗണിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കലണ്ടർ, ഹിജറ കലണ്ടർ പ്രകാരം മുഹറമാണ് ഒന്നാമത്തെ മാസം. മുഹറത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലെ മുഹറ മാസത്തിലെ അല്ലെങ്കിൽ ഹിജറ വർഷത്തിലെ ഹിജറ മാസങ്ങളിലെ ദിവസങ്ങളിൽ, സമയങ്ങളിൽ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായും അത് സംബന്ധിച്ചൊരു ധാരണയും ബോധ്യവും ഉണ്ടാവുക എന്നത് പരമപ്രധാനമാണ്. പലപ്പോഴും ഹിജറ വർഷത്തെ നമ്മൾ പരിഗണിക്കുന്നത് നോമ്പ് ഉറപ്പിക്കാനും പെരുന്നാൾ ഉറപ്പിക്കാനും മാത്രമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മുഹറത്തിൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന 12 മാസങ്ങൾ, ആ മാസങ്ങളിലെ പ്രത്യേകമായ ദിവസങ്ങളും സമയങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിനു വേണ്ടി അത് പ്രത്യേകം പരിഗണിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തുടങ്ങിയ മാസം എന്ന നിലക്കാണ് ഇതിനെ പരിഗണിക്കുന്നത്. പ്രവാചകൻ ജനിച്ച മാസം, ഖുർആൻ ഇറങ്ങിയ മാസം, ഇങ്ങനെ പല പരിഗണനകളും അന്ന് സ്വഹാബത്ത് ചർച്ചക്കെടുത്തെങ്കിലും വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു വർഷാരംഭം എപ്പോഴാകണം എന്നതിൻ്റെ ഉത്തരം പ്രവാചകൻ ജനിച്ച മാസമെന്നോ മരണപ്പെട്ട മാസമെന്നോ ഖുർആൻ ഇറങ്ങിയ മാസമെന്നോ എന്നൊന്നുമല്ല പരിഗണിച്ചത്. മറിച്ച് ഹിജറക്ക് വേണ്ടിയുള്ള ചിന്തകളും ചർച്ചകൾക്കും ആരംഭം കുറിച്ചത് മുഹറത്തിലായിരുന്നു. അതുകൊണ്ട് ആ മുഹറത്തിലാകാം എന്ന നിലക്കാണ് മുഹറ മാസം ഇസ്ലാമിക വർഷ കലണ്ടറിലെ ആദ്യത്തെ മാസമാകുന്നത്. എന്നാൽ ഇത് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ കൂടിച്ചേർന്ന് അങ്ങനെ തീരുമാനിച്ചപ്പോഴല്ല ഈ മാസങ്ങളും ഈ ദിവസങ്ങളും ഈ തീയതികളൊന്നും ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി, നിശ്ചയം മാസങ്ങളുടെ എണ്ണം, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുത്ത്, 12 ശഹ്റൻ 12 തന്നെയാണ്. 12 എന്ന് പറയുന്നത് പടച്ചോ നിശ്ചയിച്ച എണ്ണാണ്, മനുഷ്യന്മാർ നിശ്ചയിച്ച എണ്ണല്ല. ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ലൗഹിൽ അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം അള്ളാഹു രേഖപ്പെടുത്തുന്ന ഇടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് രേഖപ്പെടുത്തിയതാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു തന്നെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണത്തിന് വിശ്വാസിക്ക് ചില പ്രത്യേകതകൾ കൽപ്പിക്കേണ്ടതുണ്ട്, ചില മഹത്വങ്ങൾ കൽപ്പിക്കേണ്ടതുണ്ട്, അവയിൽ ചില പുണ്യപ്രതീക്ഷകൾ വെക്കേണ്ടതുണ്ട്. ആ മാസങ്ങൾ ഏതാണ്? ആ മാസങ്ങൾ ഏതാണെന്ന് ഖുർആനിലില്ല. 4 മാസങ്ങൾക്ക് മഹത്വം ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു, പക്ഷെ ആ 4 മാസങ്ങൾ ഏതാണെന്ന് ഖുർആനിലില്ല. അത് എവിടുന്ന് കിട്ടും? അത് പ്രവാചകന്റെ ഹദീസിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ്, കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ഖുർആനും കൊണ്ട് ജിബ്രീൽ വരുന്നത് പോലെ തന്നെ സുന്നത്തും കൊണ്ട് ജിബ്രീൽ വന്നിരുന്നു. സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ആ സുന്നത്താണ്. അല്ലാതെ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമില്ലാത്തതൊന്നും നമ്മൾ പറഞ്ഞു പഠിച്ച സുന്നത്തല്ല. അപ്പൊ അത് ആ സുന്നത്തും കൊണ്ട് വന്നിരുന്നു എന്നാണ്. അപ്പൊ അതും ആര് കൊണ്ടുവന്നു കൊടുത്തതാണ്? അതും ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു കൊടുത്തതാണ്. അപ്പൊ ഖുർആനും സുന്നത്തും തമ്മിൽ വ്യത്യാസമല്ലേ? വലിയ വ്യത്യാസങ്ങളുണ്ട്. എന്താ? ഖുർആനിലെ ഓരോ അക്ഷരത്തിനും അതിലെ ഓരോ ലഫ്ളിനും അതിന്റെ പാരായണത്തിനും പുണ്യമുണ്ട്. ഒറ്റ ഹർഫിന് 1 മുതൽ 10 വരെ പുണ്യമുണ്ട്.
എന്നാൽ ഒരു ഹദീസ് കേവലം വായിച്ചു പോയാൽ അതിന് പുണ്യമല്ല, പഠിക്കണീനേ പുണ്യമുള്ളൂ. ഇങ്ങനെ 100 വ്യത്യാസങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് രണ്ടും പ്രമാണമാണെന്ന വിഷയത്തിൽ തുല്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അതിപ്പോ നബിന്റെ ഹദീസിൽ വന്നതല്ലേ എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് അനുവാദമല്ല. അത് ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹു റസൂൽ ഒരു വിധി പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിക്കൊരു റേഞ്ചും റസൂലുള്ളാഹിന്റെ വിധിക്കൊരു റേഞ്ചും ഇല്ല. രണ്ടും തുല്യാണ്. കാരണം രണ്ടും പടച്ച റബ്ബിന്റെ വിധികളാണ്. ഒന്ന് ഖുറാനിലൂടെ പടച്ചോൻ പറഞ്ഞു, രണ്ട് പ്രവാചകന്റെ ഹദീസിലൂടെ പടച്ചോൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് 12 മാസങ്ങളും ആര് നിശ്ചയിച്ചതാണ്? റബ്ബ് നിശ്ചയിച്ചതാണ്. എന്ന് നിശ്ചയിച്ചതാണ്? ആകാശഭൂമികളെ ഉണ്ടാക്കി അന്നു തന്നെ നിശ്ചയിച്ചതാണ്. 12 മാസമാണെന്നുള്ളത്. അതിൽ 4 മഹത്വമുണ്ട്. ആ 4 ഏതാണ്? അത് ഖുർആനിലില്ല. അതുള്ളത് എവിടെയാണ്? ഖുർആൻ പോലെ നമ്മൾ പ്രമാണമായി സ്വീകരിക്കേണ്ട പ്രവാചകന്റെ ഹദീസിലാണ്. ഇന്ന സമാന ഖദ് ഇസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽക്ക് കാലചക്രം അതിന്റെ ആ പ്രക്രിയ, ആ ഒരു യാത്രാ പ്രക്രിയ അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എത്ര മാസമുണ്ട്? 12 ശഹ്റൻ. അതിൽ 12 മാസങ്ങളുണ്ട്. മിൻഹ അർബഅത്തുൻ ഹുറൂം. അതിൽ 4 മഹത്വമുണ്ട്. സലാസത്തുൻ മുത്തവാലിയാത്ത്. 3 തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ഏതൊക്കെ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ ഏതാണ്? പിന്നെ റജബാണ്. ഇതാണ് ആ 4 മാസങ്ങൾ. ആ 4 മാസങ്ങൾ അങ്ങനെ എണ്ണി പറഞ്ഞു. അതിന്റെ കൂടെ റമളാൻ മാസവും പറഞ്ഞു. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ റമളാൻ മാസത്തിനും മഹത്വമുണ്ട്. വേറെ ഏതെങ്കിലും ഒരു മാസത്തിന് പ്രത്യേകതയോ മഹത്വമോ സ്ഥാനമോ വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതോ ആയി പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ മാസങ്ങളൊന്നും പൊതുവേ നമ്മളെ ശ്രദ്ധയിൽ വരൂല. നമ്മളെ നാടിന്റെ ഒരു ക്രമം അനുസരിച്ച് റബീഉൽ അവ്വൽ ആകുമ്പോൾ അതിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും. ഈ പറഞ്ഞിടത്തൊന്നും റബീഉൽ അവ്വലിൽ ആരും കാണുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിനോ സമയത്തിനോ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ ജനിച്ച സമയം സംബന്ധിച്ച് 10-12 അഭിപ്രായങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ഒറ്റ അഭിപ്രായത്തിൽ ചുരുങ്ങുമായിരുന്നു. അതുണ്ടായിട്ടില്ല. വിഷയം അതിലേക്ക് പോകാൻ വേണ്ടിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മളിപ്പോൾ ഉള്ളത് മുഹറം മാസത്തിലാണ്. ഈ മുഹറം മാസത്തിന് വലിയ പ്രാധാന്യങ്ങളുണ്ട്. എന്താ അതിന്റെ പ്രാധാന്യം? അഫ്ളലു സിയാം ബഅദ ശഹ്രി റമളാൻ സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം. അഫ്ളലു സിയാം, നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അതേതാണ്? അള്ളാഹു തന്നെ മഹത്വമായി പഠിപ്പിച്ച, അള്ളാഹു തന്നെ ശ്രേഷ്ഠമായി പഠിപ്പിച്ച മുഹറം മാസമാണെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അഫ്ളലു സിയാം ബഅദ ശഹ്രി റമളാൻ. റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും മഹത്വരമായ മാസം എന്ന് പറയുന്നത് സിയാം ഷഹ്റുല്ലാ, അള്ളാഹുവിന്റെ മാസം എന്ന് പേര് നൽകപ്പെട്ട മുഹറമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു മഹത്വം കൽപ്പിച്ചതിനെ ഒക്കെ മഹത്വം കൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു മഹത്വം കൽപ്പിച്ചതിനൊക്കെ, റസൂലുള്ള മഹത്വം കൽപ്പിച്ചതിനൊക്കെ മഹത്വം കൽപ്പിക്കണം. എന്താ? വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹു മഹത്വം കൽപ്പിച്ചതിന് മഹത്വം നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാണ്. അങ്ങനെ ചെയ്യുന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ ഭാഗമാണ്. പക്ഷെ എന്ത് ചെയ്യണം? നഫ്സായി സ്ഥിരപ്പെടണം. അള്ളാഹു മഹത്വം കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള സ്ഥാപിക്കപ്പെടണം. നോക്കൂ, നിങ്ങൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി അഅലമു അന്നക ഹജർ ലാ തളുർ വലാ തൻഫ. ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വെറും ഒരു കല്ലാണ് നീ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കൂലായിരുന്നു. അവര് വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കുനിഞ്ഞിരുന്ന ആളുകളാണ്. ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കുനിഞ്ഞിരുന്ന അവരെ വിഗ്രഹാരാധനയുടെ തിന്മയും അതിന്റെ അപകടവും ഒക്കെ പ്രവാചകൻ അങ്ങേയറ്റം പഠിപ്പിച്ചപ്പോൾ ഉണ്ടായ ബോധ്യത്തിൽ നിന്നാണ് പറയണത്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്വം കൽപ്പിച്ചതിന് മഹത്വം കൽപ്പിക്കുക, എന്നിട്ട് അതിനോടങ്ങോട്ട് ഖിയാസാക്കിയിട്ടുള്ള മഹത്വം കൽപ്പിക്കലോ അതില്ല. സംസം വെള്ളത്തിന് മഹത്വമുണ്ട്. അത് എന്താ പറയാ, അതിൽ റഹ്മത്തുണ്ട്, അത് ശിഫയാണെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സംസം വെള്ളത്തിന് മഹത്വം ഉള്ളതുകൊണ്ട് നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു കിണറിന് മഹത്വം, അതിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കും. ഏതോ ഒരാളിലേക്ക് എന്തോ മന്ത്രിച്ചൂതി ഇട്ടിട്ടുണ്ട് എന്നുള്ളതിൽക്കൊരു, അത് പ്രാമാണികമായി അതിന് രേഖകളില്ല. കൃത്യമായി എന്തിനൊക്കെ മഹത്വമുണ്ട് എന്ന് പഠിപ്പിച്ചോ അതിനൊക്കെ മഹത്വമുണ്ട്.
അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ കാരക്കയുടെ കൂട്ടത്തിൽ അജുവയെ പ്രവാചകൻ പ്രത്യേകിച്ച് എണ്ണി. അജുവയുടെ മഹത്വം ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അതിൽ ഇന്ന കണ്ടന്റുകളൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ല സ്വീകരിക്കേണ്ടത്. മറിച്ച് പ്രവാചകൻ അതിനൊരു മഹത്വം പറഞ്ഞിട്ടുണ്ട്. ആ മഹത്വം എന്താണ്, അതിന്റെ കാരണം എന്താണ്, അതിന്റെ ഹിക്മത്ത് എന്താണ്, അത് നമുക്ക് അറിയേണ്ടതില്ല. പ്രവാചകൻ റസൂലുള്ളാഹിയെന്ന് വിശ്വസിക്കുന്നതോടുകൂടെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യം. അതല്ലാത്തൊരു രീതിയില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾ ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്തെത്തുമ്പോ ഒരു പള്ളി കയറി ഒരു 2 റക്അത്ത് നിസ്കരിക്കും, വീണ്ടും പോകും. അപ്പൊ ചോദിച്ചു ഇതെന്താണ്? ഈ പള്ളിയിലെത്തിയപ്പോൾ റസൂൽ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു, അദ്ദേഹം പള്ളി പൊളിക്കാൻ പറഞ്ഞു. പ്രവാചകൻ ആ നാട്ടിലെത്തിയപ്പോൾ സ്വാഭാവികമായി നിസ്കരിച്ചാണ്, അതല്ലാതെ ആ ഒരു സ്ഥലത്തെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല. സുൽഹു ഹുദൈബിയ നടക്കുന്ന സമയത്ത്, അതിനുവേണ്ടി ബൈഅത്തുർ റിദ്വാൻ നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഇരുന്ന മരത്തിന്റെ അടുത്ത ആളുകൾ ഒരു പ്രാധാന്യം കൊടുത്തു. ആ മരം വെട്ടി നീക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേഗം നമുക്ക് ഇതിന്റെ അസ്ല് തിരിക്കാം. എന്താ അസ്ല് തിരിക്കണ്ടേ? ഖുറാനിലും സുന്നത്തിലും എന്തിനൊക്കെ മഹത്വം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ മഹത്വം കൊടുക്കണം. ഖുറാനിലും സുന്നത്തിലും പരാമർശിക്കാത്തത് എന്തൊക്കെ എത്രയൊക്കെ വലുതാണെന്ന് ആരൊക്കെ പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല. ഖുറാനിലും സുന്നത്തിലുള്ളത് മഹത്വം കൊടുക്കണം എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് ചെയ്തോളണം. ഇപ്പോ എന്താണ് ഹജ്ജൊന്ന് എടുത്തു നോക്കി നിങ്ങള്. ഹജ്ജൊന്ന് എടുത്തു നോക്കിയാല് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയോട് യുദ്ധം ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ഒരു സ്തൂപത്തിന്റെ നേരെ പോയിട്ട് കല്ലെറിയുന്നു, ഇത് പിശാചിനെ കല്ലെറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ആ ഒരു സീസണിൽ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ കുറച്ച് ട്രോളർമാരിങ്ങനെ വരും, അവരിങ്ങനെ ട്രോളും. ഇതിന്റെ മസിൽ അതൊന്നുമല്ല. അതിന്റെ അങ്ങനത്തെ ഒരു ഹിക്മത്തും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് പ്രവാചകൻ അങ്ങനെ ചെയ്തു, അത് നമ്മൾ ചെയ്യുന്നു. ആമന്ന സല്ലംന. പ്രവാചകൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മഹത്വം ഉണ്ടോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മഹത്വം ഉണ്ടോ? ഇല്ല. ആ വിഷയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടം പോലെ മഹത്വമുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടം പോലെ മഹത്വമുണ്ട്. പക്ഷേ പിൻപറ്റപ്പെടുന്ന വിഷയത്തിൽ അങ്ങനത്തെ ഒരു മഹത്വം ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ ചോദിക്കണോ നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സ്ഥലത്ത് ടെന്റ് കെട്ടിയപ്പോ, നബിയെ ഇവിടെ അള്ള കെട്ടാൻ പറഞ്ഞതാണോ ടെന്റ്? യുദ്ധത്തിന് വേണ്ടി ടെന്റ് കെട്ടുകയാണ്. റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, അള്ള കെട്ടാൻ പറഞ്ഞതാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ നബിയെ, പ്രശ്നമല്ല. അതല്ലാത്തതാണെങ്കിൽ ഈ സ്ഥലം അത്ര നല്ലതല്ല, ഇവിടെ നമുക്ക് യുദ്ധത്തിന് ടെന്റ് കെട്ടാൻ പറ്റിയൊരു സ്ഥലമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ അഭിപ്രായത്തിന് ചെയ്തതാണ്. ഉടനെ അത് പൊളിക്കുകയാണ് അവിടുന്ന്. ആ ടെന്റ് അവിടുന്ന് പൊളിച്ചു നീക്കുന്നു. ആ ടെന്റ് അവിടുന്ന് പൊളിച്ചു നീക്കിയിട്ട് എന്ത് ചെയ്യുന്നു? വേറെ സ്ഥലത്തേക്ക് കെട്ടുന്നു. പ്രവാചകൻ ചോദിച്ചില്ല, ഞാനത് കെട്ടണ നേരത്തെ ഇവിടെ ഉണ്ടേന്നില്ലേ, ഇവിടെ കാല് നാട്ടണ സമയത്ത് അന്നെ അവിടെ കണ്ടണല്ലോ, എന്നിട്ട് എന്തേ? നമ്മളാണെങ്കിൽ നമ്മളെ ഈഗോ ആണ് അവിടെ വർക്കൗട്ട് ആകുക. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താ ചെയ്തത്? റസൂലുള്ളാഹി അത് മാറ്റി. ഈ പരാഗണം നടത്തുകയാണ് സ്വഹാബത്ത്. ഈത്തപ്പന കുലകൾക്കിടയിൽ പരാഗണം നടത്തുകയാണ്. അപ്പോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന് വിചാരിച്ചു. അപ്പൊ അവര് ഇറങ്ങിപ്പോയി. പിന്നീട് കൃഷിയിൽ വിളവെടുപ്പിൽ കുറച്ച് കുറവ് വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് അവർ വന്നിട്ട് പറഞ്ഞു, നബി ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളെ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം. പക്ഷെ വഹീന്റെ വിഷയം വന്നാലോ, വഹീന്റെ വിഷയം വരുമ്പോ പൂർണ്ണമായും അതിനെ അംഗീകരിക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് നമുക്ക് വ്യക്തത വരുത്താൻ പറ്റും. എന്തിനെയൊക്കെ ആദരിക്കണം, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തിനൊക്കെ ബഹുമാനിക്കണം. ഇപ്പൊ കഅബാലയത്തിന് ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആളുകൾക്കറിയാം, കഅബാലയത്തിന് പോയ ആളുകൾ ആകെ കൂടെ തൊട്ട് മുത്തുന്നതും ആകെ മാന്തി പറിക്കണമൊക്കെ കാണാം. തൊടാൻ പറഞ്ഞ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ തൊടുന്നതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ, മഹത്വമുള്ളൂ. കൈ പൊക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. കൈ പൊക്കേണ്ട സ്ഥലത്ത് അവിടെ മാത്രമേ കൈ പൊക്കേണ്ടുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് അത് കഅബയല്ല, ഇല്ല കൈവക്കലില്ല. അത് നബി കാണിച്ചു തന്നിട്ടില്ല, റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടില്ല. അവിടെ കൈവക്കണിന്റെ അസൽ എന്താ, അതിന്റെ അർത്ഥം എന്താ? അത് റസൂലുള്ളാഹി കാണിച്ചു തന്നു എന്നുള്ളതാണ്. അവിടെ അതിന് വേറെ ശാസ്ത്രമോ ഗവേഷണമൊന്നും ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയുള്ള ദൂതനാണ് എന്നതല്ലാത്ത മറ്റു കാരണങ്ങളൊന്നും അതിനില്ല. അപ്പോ ഇസ്ലാമിലുള്ള ഇങ്ങനത്തെ ചില അസലുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളെ ജീവിതത്തിൽ പല അബദ്ധം പറ്റുന്നു മാത്രമല്ല, നമ്മളിങ്ങനെ പലയിടത്തും പേടിച്ച് ജീവിക്കേണ്ടി വരും.
അന്ധവിശ്വാസങ്ങളുടെ പേരിൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യമുണ്ട്. അതിനൊക്കെ സറണ്ടറായി അതിനൊക്കെ തല വെച്ചുകൊടുത്ത് ജീവിക്കേണ്ടി വരും. വീടുകൾ ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇതങ്ങനെ താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് കോടികൾ മുടക്കി ഉണ്ടാക്കിയ വീട് ഉപേക്ഷിക്കുന്നവരുണ്ട്. അടുക്കളയും കക്കൂസും പൊളിച്ചു കളയണവരുണ്ട്. പറയുന്ന ആൾക്ക് പറഞ്ഞു പോയാൽ മതി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും? അപ്പോ നമ്മള് ഒരു അസ്ലാണ് ഇവിടെ പഠിക്കുന്നത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആചരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്. 100% അത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിക വചനോതി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 4 മാസങ്ങളിൽ ഇപ്പൊ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ ദുൽഹിജ്ജ മാസത്തിൽ പഠിച്ചു അല്ലെ? നമുക്ക് പഠിച്ചതൊന്നും തൗഫീഖാണെന്ത്? ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയണമെന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം എന്താ? ഇദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. പ്രവാചകന്റെ ഖുത്ബ കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അവർ ഉത്ബുദ്ധരായിട്ടുണ്ടാകും, തീരുമാനം മാറ്റിയിട്ടുണ്ടാകും, പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും. വൈദക്കിറുന്നാസ്, ജനങ്ങളോട് ബോധ്യപ്പെടുത്തലുകൾ നടത്തുമായിരുന്നു എന്നാണ്. അപ്പൊ ദുൽഹിജ്ജ എത്തിയപ്പോ നമുക്ക് അതിന്റെ മഹത്വങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് അവിടുന്ന് പഠിക്കാൻ പറ്റി. അതിൽ നമ്മൾ പഠിച്ചൊരു മഹത്വം എന്താ? ദുൽഹിജ്ജയിലെ പകലുകൾക്ക് റമളാനിലെ രാത്രിയുടെ മഹത്വമുണ്ട്. ദുൽഹിജ്ജയിലെ പകലുകൾക്ക് റമളാനിലെ രാത്രിയെക്കാളും മഹത്വമുണ്ട്, അല്ലെങ്കിൽ രാത്രിയോളം മഹത്വമുണ്ട്. റമളാനിന്റെ പകലും ദുൽഹിജ്ജന്റെ പകലും എടുത്താൽ ദുൽഹിജ്ജന്റെ പകലാണ് ഉഷാറ്, മീൻസ് കൂടുതൽ പുണ്യാർഹമായത്. ഇനി ദുൽഹിജ്ജയിലെ ആ 10 ദിവസത്തിന്റെ രാത്രിയും റമളാനിലെ അവസാനത്തെ 10ന്റെ രാത്രി എടുത്താൽ റമളാനിലെ അവസാനത്തെ 10ലെ രാത്രിക്കാണ് കൂടുതൽ മഹത്വമുള്ളത്. നമ്മൾ പഠിച്ചൊരു പാഠാണ്. അതേപോലെ എന്താ, അറഫയുമായി ബന്ധപ്പെട്ട നോമ്പ് അത് നോറ്റാൽ ദുൽഹിജ്ജയിൽ തന്നെ വരുന്നതാണ്. എന്താ അവിടുത്തെ മഹത്വം? യുകഫിറു സനത്തുൽ മാദിയ വൽ ബാഖിയ, വരാനിരിക്കണ വർഷത്തിലെയും കഴിഞ്ഞുപോയ വർഷത്തിലെയും പാപം പൊറുക്കും. പല ദിവസം പട്ടിണിയായിരിക്കും. പക്ഷെ അതിനെ നോമ്പ് എന്നുള്ള നിയ്യത്തോടു കൂടെ പട്ടിണി നടന്നിട്ടേ കാര്യമുള്ളൂ, പരിഗണിച്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനി ഇപ്പൊ ഈ ചൊവ്വ, അതുപോലെ തന്നെ വെള്ളി, വ്യാഴം വെള്ളി, ഈ 2 ദിവസങ്ങൾ മുഹറം 9, 10 ആണ്. മുഹറം 9, 10 ആണ്. ഈ 2 ദിവസങ്ങളുടെയും പ്രത്യേകത എന്താ? 9-ന് താസുആ എന്നും 10-ന് ആശൂറ എന്നുമാണ് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോ മദീനത്തെ ജൂതന്മാര് മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നത് കണ്ടു. അതിന് കാരണം എന്താ? മൂസ അലൈഹിസ്സലാം കടൽ കടന്ന് അദ്ദേഹത്തിന്റെ ഹിജ്റ പൂർത്തീകരിച്ച് രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അവരത് അനുഷ്ഠിക്കുന്നത്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെക്കാളും മൂസ അലൈഹിസ്സലാമയോട് കടപ്പെട്ടവൻ ഞാനാണ്, ഞാനും നോൽക്കും. ആ നോമ്പ് റമളാൻ നിർബന്ധമാക്കുന്നത് വരെ അതൊരു നിർബന്ധ നോമ്പായി അവർ നിലനിർത്തി പോന്നു. ശരിക്കും മനസ്സിലാക്കുക. ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് നോമ്പ് വേണോ എന്ന് തീരുമാനിക്കാനും കൂടി ഉപകാരപ്പെടുന്ന ഒരു പോയിന്റാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. എന്താണ്? റമളാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത് വരെ ആശൂറ നോമ്പ് ഒരു നിർബന്ധ നോമ്പായി തന്നെ അവർ നിർവഹിച്ചു പോന്നു. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഷാഅ ഫലിയസും, ഉദ്ദേശിക്കുന്ന ഒരു നോറ്റോട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം സഹോദരന്മാരെ എവിടെ ഇടങ്ങാറാക്കണില്ല എന്നുള്ളതാണ്. ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ ഒന്നുകൊണ്ടും ഐസറാണ് ഇസ്ലാം. ഏറ്റവും എളുപ്പമുള്ളതാണ് ആചരിക്കാൻ, സ്വീകരിക്കാൻ. അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വീട്ടിലെയും കുട്ടി തൊട്ടിന്ന് ഞെട്ടി ഉണരേണ്ടി വരൂല. വലിയ ബഹളങ്ങളോ പടക്കങ്ങളോ ഒന്നുമില്ല. ഒരു ആംബുലൻസും റോട്ടിൽ ബ്ലോക്ക് ആകേണ്ടി വരില്ല. നിങ്ങൾ എടുത്തു നോക്കി, ഇസ്ലാമിലെ ഏതെങ്കിലും ആഘോഷം ഉണ്ട് അങ്ങനെ? ഇല്ല. ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവൂല. ഇനി ഒരാൾക്ക് അനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിലോ, യാത്രയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നോൽക്കുന്ന ആളോട് പ്രവാചകൻ പറഞ്ഞു യാത്രയിൽ നോമ്പുകൾക്ക് കൂലിയേറ്റൊന്ന് നിങ്ങൾ കണ്ടാറ്? കണിശായിട്ട് അയാളെ വിലക്കി കഷ്ടപ്പെട്ട് നോമ്പ് വെൽക്കുന്ന കണ്ടപ്പോ. കാരണം അങ്ങനെ കഷ്ടപ്പെടണ്ടെന്ന് അതിന്റെ അർത്ഥം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ നോമ്പ് നോറ്റിട്ടുണ്ട്. ഈ 2 ഹദീസുകളും ചേർത്ത് വെച്ചിട്ട് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? ഒരു വ്യക്തിക്ക് ആ നോമ്പ് അത്രയും പ്രയാസകരമായ ഒന്നാണെങ്കിൽ അയാൾക്ക് അത് ഒഴിവാക്കാം, എന്നിട്ട് പിന്നീട് അത് നോറ്റ് വീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മതി എന്നാണ്. നോക്കൂ, നിങ്ങൾ നിസ്കാരം നോക്ക്.
നിസ്കാരം എണീറ്റ് നിന്ന് അൽ ഖിയാം എന്ന് പറയുന്നത് നിസ്കാരം എണീറ്റിൽ നിന്ന് നിർവഹിക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ഫർളിൽപ്പെട്ടതാണ്. പക്ഷേ ഒരാൾക്ക് ഇരുന്നേ നിസ്കരിക്കാൻ പറ്റുള്ളെങ്കിൽ ഇരുന്നോ നിസ്കരിച്ചോട്ടെ, കടന്നു പറ്റണം കടന്നു ചെയ്തോട്ടെ. എന്ത് മനോഹരമായിട്ടാണ് ഇസ്ലാമിൽ ഓരോന്നും പടച്ചോൻ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്, അനുഷ്ഠിക്കാൻ കണ്ട്. അപ്പോ ഞാൻ എൻ്റെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ചു വരികയാണെങ്കിൽ, ഈ വ്യാഴം വെള്ളി ഇതിലെ വെള്ളിക്കാണ് നമ്മൾ ആശൂറ നോമ്പ് എന്ന് പറയാം. ആ ആശൂറ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വരെ അവർ ഫർളായി കണ്ടു. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വരെ ഫർളായി കണ്ടത് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയതോടുകൂടെ എന്തായി? അത് സുന്നത്തായി. എന്നിട്ട് ഉദ്ദേശിച്ചവർ നോറ്റോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ജൂതന്മാരൊക്കെ ഈ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ലഇൻ ബഖീതുൽ ഖാബിൽ ലഅസൂമന്ന താസിഅ, ഞാൻ അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ ഞാൻ 9 നോൽക്കും. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ജൂതന്മാരുമായി അനുഷ്ഠാനത്തിൽ ഒരു വ്യതിരക്തത പുലർത്താൻ വേണ്ടി. ആളുകൾക്കൊക്കെ പറയാൻ ഇത്തിരി വിഷമമുള്ളതും ചിലർക്കെങ്കിലും കേൾക്കാൻ വിഷമമുള്ളതും ചിലർക്കെങ്കിലും പുലർത്താൻ വിഷമമുള്ളതുമായ ഒരു കാര്യമാണ് എന്ത്? ആചാര അനുഷ്ഠാനങ്ങളിലെ ലയനത്തെ അല്ല നമ്മൾ മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നത്. ആചാര അനുഷ്ഠാനങ്ങളിൽ ലയനത്തിന്റെ പേരല്ല മതസൗഹാർദ്ദം. ഇസ്ലാം മനുഷ്യ സൗഹാർദ്ദത്തെ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ പോലെ മനുഷ്യ സൗഹാർദ്ദത്തെ പ്രഖ്യാപിച്ച ഒരു മതത്തെയും കാണാൻ പറ്റൂല. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞേ? ഖുർആനെ പോലെ ഒരു വചനോ ഖുർആനെ പോലത്തെ ഒരു വാക്കോ ഒരു ഫിലോസഫറുടെ, ഒരു എഴുത്തുകാരന്റെ, ഒരു ഗവേഷകന്റെ, ഒരു ചരിത്രകാരന്റെ ഒന്നും വാക്ക് കാണാൻ പറ്റൂല. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പവൻമാച്ച് ഡയലോഗാണത് അല്ലേ? എന്റെയും നിങ്ങളുടെയും സ്റ്റാറ്റസിൽ തെളിയേണ്ട, ഫേസ്ബുക്കിലെ സ്റ്റോറിയിൽ തെളിയേണ്ട, നമ്മുടെ ടൈം ലൈനിൽ പ്രത്യക്ഷപ്പെടേണ്ട, ജീവിതത്തോടൊപ്പം സമീപനത്തോടൊപ്പം നെഞ്ചിൻ കൂടിനൊപ്പം ചേർത്ത് നിർത്തേണ്ട വല്ലാത്തൊരു വാക്കാണത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കി തീർത്തത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് വ്യത്യസ്ത ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും നാടുകളും വർണ്ണങ്ങളും നിറങ്ങളും രീതികളും ശൈലികളും മുഖഭാവങ്ങളും ഒക്കെ തന്നത് എന്തിനാണ്? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്നിട്ടാണ് വല്ലാത്തൊരു വാക്ക്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അള്ളാഹുവിന്റെ അടുത്ത് മഹത്വമുള്ളത് ഏതെങ്കിലും ഗോത്രത്തിൽ ജനിച്ച ആൾക്കോ, ഏതെങ്കിലും വാപ്പാന്റെ മോനായി ജനിച്ച ആൾക്കോ, ഏതെങ്കിലും പ്രത്യേക സീരീസിൽ വന്ന ആൾക്കോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും തഖ്വ കാണിക്കുന്നത് ആരാണോ അയാൾക്കാണ്. അത് കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? എത്യോപ്യയിലെ ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഒരു അടിമപ്പയ്യൻ. യുദ്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ബന്ദിയാക്കി മക്കത്ത് കൊണ്ടുവന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയണേ ദുഷ്ടനായ മുതലാളി അദ്ദേഹത്തെ വാങ്ങി. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ ഒട്ടകക്കൂട്ടിൽ ഒട്ടകത്തിന്റെ എച്ചിൽ കഴിച്ച്, ഒട്ടകത്തിനെ കൊടുക്കുള്ളൂ, അതീന്ന് എടുത്തോന്നറിയും. ഒട്ടകത്തിന് നീക്കി വെച്ച് കൊടുത്തിന്ന് അതീന്ന് എടുത്തോന്ന് പറയും. ഒട്ടകം കഴിക്കുന്ന അതേ വേസ്റ്റ് എടുത്ത് കഴിച്ച് കണ്ണ് നിറച്ച് ജീവിച്ച ഒരാള്. അപ്രതീക്ഷിതമായി യുദ്ധവേളയിൽ ഉമ്മയെ ഉപ്പയെ നഷ്ടപ്പെട്ട് അനാഥനാക്കപ്പെട്ട ഒരാള്. അതേ ഒരു ദിവസം ഈത്തപ്പന മരത്തിന്റെ മേലെങ്ങനെ രാത്രിയിൽ ഓവർ ടൈം ജോലി ചെയ്യാണ്. താഴെ ഉമയ്യത്ത് ബിൻ ഖലഫും വലിയ പ്രമുഖരൊക്കെ ഇങ്ങനെ വർത്താനം പറയാം. പല അടിമകളും പല ഈത്തപ്പഴ മരത്തും ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കുക. അപ്പൊ ഇങ്ങനെ പറയാണ്, എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും മുഹമ്മദ് പറയണ സന്ദേശം വല്ലാത്തൊരു സന്ദേശമാണ്. അവന്റെ സ്വഭാവം, അവന്റെ പെരുമാറ്റം, അവന്റെ രീതി, ഇതിനൊക്കെ ഇങ്ങനെ പ്രശംസിക്കണ കണ്ടപ്പോ മുതലാളി ജോലിയിൽ നിന്ന് ഒഴിവ് കൊടുത്ത് അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹത്തിന് അവിടെ കടക്കാൻ തോന്നിയില്ല. നിലാവുള്ളൊരു രാത്രിയിൽ ഈത്തപ്പന പട്ടകളുടെ നിഴലത്ത് മറയത്ത് അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള പ്രവാചകൻ സ്വകാര്യ പ്രബോധനം നടത്തുന്ന, രഹസ്യ പ്രബോധനം നടത്തുന്ന, സ്വകാര്യമായി ജീവിക്കുന്ന അർഖമിന്റെ വീട്ടിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. പാദസ്പർശങ്ങൾ കേട്ട് അവർ എണീറ്റു. പ്രവാചകനെ ദ്രോഹിക്കാൻ ആരോ വരികയാണെന്നുള്ള നിലക്ക്. ബിലാലാണ്. പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. മക്കയിൽ ആദ്യമായി തനിക്ക് അംഗീകാരം കിട്ടിയ ഒരു ദിവസം.
കറുത്തിരുണ്ടുപോയതിന്റെ പേരിൽ, വർണ്ണവെറിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ജീവിതം. പ്രവാചകൻ അദ്ദേഹത്തെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചു. ജീവിതത്തിൽ ആദ്യമായി മനുഷ്യനായി അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ഷഹാദത്ത് ചൊല്ലി. പിന്നെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി. വലിയ കല്ലുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വെച്ചു. അദ്ദേഹത്തിന്റെ ശരീരം രണ്ട് കാലും പിടിച്ച് ഊർത്തുമൂർത്ത കല്ലുകളിലൂടെ, പാറക്കെട്ടുകളിലൂടെ വലിച്ചു. തക്ബീറുകൾ മാത്രം മുഴങ്ങി. നീലാകാശത്തെ പിളർത്തുമാർ ഉയരത്തിൽ അട്ടഹസിക്കാനും കരയാനും ആർത്തു വിളിക്കാനും മാത്രം പോന്ന വേദനകളെ മുഴുവൻ തന്റെ കരച്ചിൽ ചുറ്റുമുള്ളവരുടെ വിശ്വാസ സ്വീകരണത്തെ ബാധിക്കുമെന്ന പേടി കൊണ്ട് അദ്ദേഹം പിടിച്ചു നിർത്തി, ഉള്ളിലേക്ക് ഒതുക്കി വെച്ചു. അവിടെ ഒരു സമ്പ്രദായമുണ്ട്. ആക്രമിക്കുന്ന ആളുകൾക്ക് ഉമയ്യത്തിന് ക്യാഷ് കൊടുത്താൽ അടിമനെ അങ്ങോട്ട് വാങ്ങാം. വലിയ വില പറയും. പ്രവാചകന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കണ്ണു തുടച്ച് പതിയെ വീട്ടിലേക്ക് നടന്നു. പ്രതിരോധിക്കാൻ പ്രവാചകൻ പോയില്ല. അവിടെ പ്രതിരോധിക്കാനുള്ള വഹയിന്റെ നിർദ്ദേശമില്ല. ദുർബലരായൊരു ജനസഞ്ചയം അവിടെ പ്രതിരോധിക്കാൻ പോയാൽ കൂടുതൽ നഷ്ടം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു വ്യക്തിക്കാണ്, ഇനി എല്ലാവർക്കും ബാധിക്കും. ആ വിവേകത്തോടെ പ്രവാചകൻ പോയപ്പോ അവിടെ ഉപയോഗിക്കേണ്ട ഒരു ടൂൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് വാങ്ങാന്നുള്ള ടൂള്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കൊടുത്തിട്ട് ആക്രമിക്കപ്പെടുന്ന ബിലാലിനെ കൈപിടിച്ചു വാങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു. ഈ കറുത്ത മനുഷ്യൻ എത്യോപ്യയിലെ തെരുവിൽ യുദ്ധത്തിന്റെ ഉപോൽപ്പന്നമായി ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യൻ, പക്ഷേ ചരിത്രത്തിൽ ഇന്ന് ബിലാൽ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് കോടിക്കണക്കിന് മനുഷ്യർ പറയുന്ന ഉയരത്തിലേക്ക് എത്തിയതിന്റെ പിന്നിലെ സ്വകാര്യം എന്താ? ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യതയുള്ളത് സൂക്ഷ്മത പാലിക്കുന്നവർക്കാണെന്ന തത്വമാണ്. മക്ക പ്രവാചകൻ വിജയിച്ചടക്കി. 10 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം ഒരു തുള്ളി ചോര വീഴാതെ മക്കയെ പ്രവാചകൻ കീഴടക്കിയ ദിവസം എന്താ സംഭവിച്ചത്? എല്ലാം സറണ്ടറായപ്പോ, ശത്രു പൂർണ്ണമായി സറണ്ടറായപ്പോ, അവർ പ്രവാചകന് മുന്നിൽ തലകുനിച്ചു നിൽക്കുമ്പോ പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ പരതുകയാണ്. ഇവിടെ സിദ്ദീഖുണ്ട്. ആരാ സിദ്ദീഖ്? 1-ാം തീയതി മുതൽ പേരിനോട് കൂറുപാലിച്ച, സത്യസന്ധത പാലിച്ച സിദ്ദീഖ്. ഇപ്പുറത്ത് ഉമറുണ്ട്. ആരാ ഉമർ? ഉമർ ഇങ്ങ് കടന്നു വന്നപ്പോഴാണ് അർഖമിന്റെ വീട്ടിൽ ചെന്നിട്ട്, നബിയെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി മക്കയുടെ തെരുവിൽ പോയി പറയ്, ഞാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞത്. അപ്പുറത്ത് ആയിഷ ബീവിയുണ്ട്. അതിന്റെ അപ്പുറത്ത് അങ്ങനെ പലരുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവരൊക്കെ ഉണ്ടെങ്കിലും പ്രവാചകൻ ആ കറുത്ത ബിലാലിനെ വിളിച്ചു. ഇവിടെ ചവിട്ടിയിട്ട് ആ കഅബന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകന്റെ തോളത്ത് ചവിട്ടാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം കൊത്തിപ്പിടിച്ച് കയറി ഉറക്ക ബാങ്ക് വിളിച്ചു. ഞാൻ പറയുന്നത്, ഇസ്ലാം അങ്ങനെയാണ് മനുഷ്യന് മാർക്കിടുന്നത്. 100% അങ്ങനെയാണ് മാർക്കിടുന്നത്. അപ്പൊ അവിടെ മനുഷ്യന് മാത്രമേ പരിഗണനയുള്ളൂ. ഭക്ഷണം കൊടുക്കുന്നിടത്ത്, വെള്ളം കൊടുക്കുന്നിടത്ത്, സഹായിക്കുന്നിടത്ത് അവിടെ മനുഷ്യന് മാത്രമേ പരിഗണനയുള്ളൂ. നിന്റെ മേൽക്കൂര കൊണ്ട് നിന്റെ അയൽക്കാരന്റെ വീടിന് ദ്രോഹം ഉണ്ടാക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞത് ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ കാലത്തല്ല, ഓലക്കുടിലുകളുടെ, ഈത്തപ്പന കുടിലുകളുടെ കാലത്താണ്. അതാണ് വഹയിന്റെ ശക്തി. മനസ്സിലായില്ലേ? അതാണ് വഹയിന്റെ ശക്തി. നമുക്ക് 1 മീറ്ററും 2 മീറ്ററും നിയമത്തിന്റെ റോള് പറഞ്ഞ് നടപ്പിലാക്കേണ്ട കാലത്താണ് നമ്മളുള്ളത്. നിന്റെ വീട്ടിലെ ചട്ടിയിൽ വേവിക്കുന്ന ഭക്ഷണം കൊണ്ട് നിന്റെ അയൽക്കാരനെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് ജാതിയുടെ വ്യത്യാസമല്ല. നീ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുമ്പോ അയൽപ്പക്കത്തുള്ളവൻ അന്നം കിട്ടാതെ അസ്വസ്ഥനായി ജീവിക്കുന്നുവെങ്കിൽ നിന്റെ വിശ്വാസത്തിൽ അപൂർണതകളുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഈ പറഞ്ഞ വ്യത്യാസമല്ല. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്നിടത്തുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ഇവിടെ പള്ളിയിൽ വന്ന് ഇവിടെ നിസ്കരിക്കലും, അവിടെ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ക്ഷേത്രത്തിലെ കർമ്മം ചെയ്യലാണ് മതസൗഹാർദ്ദം എന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിലുമില്ല. ഉണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിലുമില്ല. അബുൽ കലാം ആസാദും ഗാന്ധിജിയും ഒന്നിച്ചിരുന്ന് സമരപ്പന്തലിൽ ഇരിക്കുമ്പോ അബുൽ കലാം ആസാദ് ബാങ്ക് വിളി കേട്ട് ഗാന്ധിജിയോട് പെർമിഷൻ ചോദിച്ച് അങ്ങ് പള്ളിയിൽ പോകുമ്പോ ഗാന്ധിജി അവിടെ പോയി സുജൂദ് ചെയ്തിട്ടില്ല. തിരിച്ച് രാമഭക്തനായിരുന്ന ഗാന്ധി ആ രാമന്റെ മുന്നിൽ പോയി കൈകൂപ്പുമ്പോ അവിടെ മതസൗഹാർദ്ദം തെളിയിക്കാനും ബാക്കപ്പ് പരിഹരിക്കാനും ബാക്ക്ലോഗ് പരിഹരിക്കാനും മൗലാന അബുൽ കലാം ആസാദ് അങ്ങോട്ടും പോയിട്ടില്ല. പക്ഷേ മറ്റാരും തമ്മിലുള്ള ആഴമുള്ള ബന്ധത്തിൽ ഏറെയുള്ള ബന്ധം അവിടെ ഉണ്ടായിരുന്നു. നിരീശ്വരത്വം നിലപാടായി സ്വീകരിച്ച, മതേതരത്വം കാഴ്ചപ്പാടായി സ്വീകരിച്ച നെഹ്റു, അദ്ദേഹം ഒരു ദേവതയുടെയും ഒരു ദൈവത്തിന്റെയും മുന്നിലേക്ക് പോകാതിരുന്നപ്പോഴും
രാത്രി മുഴുവൻ ഇരുന്ന് ഖുർആൻ പരിഭാഷ എഴുതുകയും പകലിൽ പോരാട്ടങ്ങളുടെ തീഷ്ണതയിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ബഹുമാനം ഉണ്ടായിരുന്നുള്ളൂ. മന്ത്രിസഭയിൽ രണ്ട് തവണ സ്ഥാനം കൊടുത്തു, വിദ്യാഭ്യാസ മന്ത്രിയുടെ പോസ്റ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ സർവ്വവിജ്ഞാന കോശാണ് ഈ മനുഷ്യൻ. അല്ലെ, അവിടെ ഒന്നും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരൊക്കെ നബിയായി നോമ്പ് നോൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ, എന്നാൽ അവരിൽ നിന്നൊന്നും ആചാരം കൊണ്ട് വേറിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 9 കൂടി നോൽക്കാം. പക്ഷേ ആ 9 നോൽക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചില്ല. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അഖ്വാലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലുഹു വതഖരീറാതുഹു വമാ അറാദ അൻ യഫ്അൽ. പണ്ഡിതന്മാർ ചേർത്ത് വെച്ചത് കാണാം. നബി പറഞ്ഞ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, അതോടൊപ്പം തന്നെ പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എങ്ങനെ എണ്ണിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത വ്യാഴവും വെള്ളിയും നമ്മൾ നോമ്പെടുക്കാൻ ശ്രമിക്കുക. മഴയാണ്, തണുപ്പാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നോമ്പെടുക്കാൻ ശ്രമിക്കുക. അതിന് കിട്ടുന്ന പുണ്യം എന്താ? ഈ ഒരു വർഷം ചെയ്ത മുഴുവൻ പാപവും പുറത്തു കിട്ടുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ആ മാസത്തെ നിങ്ങൾ ആദരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ ആഡ് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഫലാ തുളമൂ ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ കുറ്റം ചെയ്യരുത്. അപ്പോ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങൾ ഏതു മാസവും പാപം ചെയ്തുകൂടാ. പക്ഷെ ഈ 4 മാസങ്ങളിൽ പ്രത്യേകം പാപം ചെയ്തുകൂടാ എന്നാണ്. പാപം ചെയ്യുന്നതിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ തന്നെ വളരെ കൃത്യമായി രേഖപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. എന്താ? ഖതാദ പറയാണ്, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും എന്ന് പറഞ്ഞാൽ ഇന്നൽ ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും അഅലമു ഖതീഅ. ഈ 4 മാസം തെറ്റ് ചെയ്യുന്നത് കൂടുതൽ കുറ്റമുള്ളതാണ്. വിസ്റ, തിന്മ ചെയ്യുന്നത്, മ്ലേച്ഛതകൾ ചെയ്യുന്നത്, അത് ഏറ്റവും വലിയ തെറ്റാണ്. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. വഇൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അളീമ. അക്രമം എന്ന് പറയുന്നത് ഏത് കാലത്തും തെറ്റാണെങ്കിലും ഈ കാലത്ത് അത് പ്രത്യേകം തെറ്റാണെന്നാണ്. അപ്പോ ഈ 4 മാസം കളവ് പറയുമ്പോ, ഈ 4 മാസം പറ്റിക്കുമ്പോ, ഈ 4 മാസം ലൈംഗിക ജീവിതത്തിൽ ഒരു തകരാറുണ്ടാകുമ്പോ, ഈ 4 മാസം സാമ്പത്തിക ജീവിതത്തിൽ ഒരു തകരാറുണ്ടാകുമ്പോ, ഈ 4 മാസം വേറൊരു വ്യക്തിയോട് അക്രമം ചെയ്യുമ്പോ, ഈ 4 മാസം വേറൊരു വ്യക്തിയെ തല്ലുമ്പോ, യുദ്ധം തുടങ്ങാൻ പറ്റാത്ത മാസങ്ങളാ. ലോകത്ത് വേറെ ഏത് മതത്തിൽ അങ്ങനെയുള്ള യുദ്ധം തുടങ്ങിയ ഹറാമാ, കുറ്റം കിട്ടും. വേറെ എവിടെങ്കിലും ഉണ്ടോ? ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് നമുക്കും കൂടി അറിയില്ല. അതുകൊണ്ട് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. കണ്ടോടത്തൊക്കെ വെച്ച് കൊല്ലണം എന്നുള്ളതോ അറിയാത്ത ആരും ഉണ്ടാവില്ല, അല്ലെ? ഗതികേട് നമ്മുടേതാണ്, ഖുർആന്റെ സുന്നത്തിന്റെ അല്ല. ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളായി ജീവിക്കുമ്പോൾ അതിന്റെ നന്മകളെ പഠിക്കാനും ഉൾക്കൊള്ളാനും കൈകാര്യം ചെയ്യാനും നമുക്ക് പറ്റണം. അത് നമുക്ക് സംഭാഷണങ്ങളിലൂടെ സമൂഹത്തിന് കൈമാറാൻ സാധിക്കണം. ആ നിലക്ക് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ചില നിലപാടുകളും ചില വിഷയങ്ങളും ഒന്നും നമ്മളങ്ങനെ പരിശോധിക്കലില്ല. ഇപ്പൊ ഈ മുഹറം വരുമ്പോൾ നമ്മളൊക്കെ നാട്ടിൽ നെഹ്സിന്റെ ദിവസങ്ങൾ എന്നിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. നെഹ്സിന്റെ ദിവസങ്ങൾ ഇങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? നല്ല ദിവസം, നല്ല സമയം, ഇങ്ങനെ പലതും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല ദിവസം, നല്ല സമയം, ഇങ്ങനെ പലതും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെ? എന്താ, വെള്ളിയാഴ്ച ഒരുപാട് മഹത്വമുണ്ട്. അതുപോലെ തന്നെ വ്യാഴത്തിന്, തിങ്കളിന് നോമ്പിന്റെ മഹത്വമുണ്ട്. അർദ്ധരാത്രിക്ക് മഹത്വമുണ്ട്. രാത്രിയുടെ 1/3 മഹത്വമുണ്ട്. പ്രഭാത സമയത്ത് സൂര്യൻ ഉദിക്കും വരെ പള്ളിയിൽ ഇരിക്കണീന് മഹത്വമുണ്ട്. ഫളുകൾ ഇഷ്ടം പോലെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസത്തെയോ സമയത്തെയോ മോശാക്കി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെഹ്സുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അടുത്ത ഖുതുബയിൽ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അത് എവിടുന്ന് വന്നതാണ്, അതിനെ നമ്മൾ എങ്ങനെ കാണണം. ഭയങ്കരമായ അബദ്ധത്തിലേക്കും വിശ്വാസ വ്യതിയാനത്തിലേക്കും നമ്മൾ എത്തുന്ന കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ. പണ്ടേ കാക്കക്കാരനവന്മാർ സ്വീകരിച്ചു പോകുന്നതായിരിക്കും. പക്ഷെ ആ വാദം ആരതാ? ആ വാദം മക്കയിലെ അവിശ്വാസികൾ പ്രവാചകനോട് പറഞ്ഞതാണ്. അള്ളാഹ് ഇറക്കിയ കിതാബിൽ എങ്ങനെയാണ് കൂട്ടരേ എന്നവരോട് പറഞ്ഞ അവര് പറയും, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാരും വാപ്പാന്റെ വാപ്പാരും ചെയ്തത് മതി. സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ?
അത് പറഞ്ഞ ആരും സ്വഹാബി ആയിട്ടില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് സ്വഹാബി ആയിട്ടില്ല. അത് പറഞ്ഞവരായിരുന്നു സ്വഹാബികളൊക്കെ. പിന്നെ പഠിച്ചപ്പോ അവർക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നു, അവർ ജീവിതത്തിൽ തിരുത്തി. അതുകൊണ്ട് എന്ന് പറഞ്ഞതിന് ചുരുക്കത്രയേ ഉള്ളൂ. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽക്ക് 12 മാസമുണ്ട്. അതിൽ 4 എണ്ണത്തിന് പ്രത്യേക മഹത്വം കൊടുത്തു. റമദാൻ അടക്കം 5 എണ്ണത്തിന് മഹത്വമുണ്ട്. അതിലൊന്നാണ് മുഹറം. ആ മുഹറത്തിലാണ് നമ്മൾ. ആ മുഹറത്തിലെ 9ഉം 10ഉം അനുഷ്ഠിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. പിന്നെ അത് ആ ഒരു അനുഷ്ഠിക്കുന്ന വർഷത്തിലെ മുഹറം തൊട്ട് ദുൽഹിജ്ജ വരെയുള്ള മുഴുവൻ കാലത്തെയും പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒന്നാണ്. അവിടെ വളരെ കൃത്യമായി ഈ മാസത്തെ ആദരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. കാരണം അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അള്ളാഹു ആദരിക്കാത്തതിനെയോ ബഹുമാനിക്കാത്തതിനെയോ ഒരു നിലക്കും ആദരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് തെറ്റായ പ്രവണതകളിലേക്കും ശിർക്കിലേക്കും അടക്കം പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ജൂതന്മാരോട് വേറിട്ട് നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് 9 പ്രവാചകൻ അനുഷ്ഠിക്കാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ചെയ്യുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമുള്ള ലയനത്തെ അല്ല മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത്. മനുഷ്യന്റെ എല്ലാ ജീവൽ പ്രശ്നങ്ങളിലും ഇടപെടുകയും ജാതിയും മതവും നോക്കാതെ സർവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യൽ വിശ്വാസിക്ക് കടമയാണ്. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാകും. അതിന്റെ പേരിൽ അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉള്ളത് മുസ്ലിങ്ങളാണ്. അയൽക്കാരനായ SC/ST കാരനായ ഒരാള് അങ്ങനെ മഴയും കൊണ്ട് അയാളുടെ കുട്ടിയുടെ തൊട്ടിലിന് കൊട ചൂടിയാണ് ജീവിക്കണത് എന്ന് അറിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അയാളെ പറ്റി ഇങ്ങനെ സിമ്പതി പറഞ്ഞ് നടക്കലല്ല നമ്മളെ ഉത്തരവാദിത്വം. നമ്മളെ കൊണ്ട് പറ്റെന്താ? ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിൽ പോയി ഇടപെടൽ. അത് ബാധ്യതയാണ് നമുക്ക്. വാജിബ് നിറണ നിസ്കാരവും നോമ്പ് മാത്രമൊന്നുമല്ല. ആ SC/ST കാരന്റെ വീട്ടിൽ പട്ടിണിയാണെങ്കിൽ അത് പരിഹരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവിടെ നിന്ന് ഒരു ആർപ്പ് വിളി കേട്ട ആദ്യം അവിടെ ഓടിയെത്തുന്ന ആള് ഒരു വിശ്വാസിയാകണം, ഒരു മുഅ്മിനാകണം. പക്ഷേ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ വരുമ്പോ അതിനോട് സറണ്ടർ ആകലോ അതിന് സന്ദേശം അയക്കലോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ വിശ്വാസി ചെയ്യേണ്ട കാര്യം എന്നതുകൂടി ഈ ഒരു ദിവസം നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മൂമിനുകളിൽ മുഖ്ലിസുകൾ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.